പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം വരുന്നു. അതിനായി ഒരിക്കൽ കൂടി യേശു മഹാരാജാവ് അനുവദിച്ചതിനോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി, സ്തുതി, കൃതജ്ഞത ആരാധന സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട സഹോദരരെ, 2 ദിവസം ഇന്നലെ ക്ലാസ് ഇടാൻ പല വിധത്തിലും പറ്റിയിട്ടില്ല. അതിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. കാരണം വെച്ചാൽ ചില സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും കർത്താവ് ഒരിക്കൽ കൂടി അനുവദിക്കുകയാണ് ക്ലാസ്സുകൾ വലിയ താമസമില്ലാതെ എൻ്റെ ക്ലാസ്സുകൾ നിന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കും, മതി, ഇനി ക്ലാസ്സിൽ കൂടി ഒന്നും ആരെയും ഒരുക്കണ്ട, ഇതൊക്കെ മതി എന്ന് കർത്താവ് സംസാരിക്കും. അത് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടാണ്, അങ്ങനെ ഈശോയുടെ സ്വരം ശ്രവിച്ചിട്ടാണ് ഈ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടങ്ങിയതും അങ്ങനെ തന്നെ. തുടങ്ങുക, അറിയിക്കുക, ഞാൻ നിന്നെ അറിയിച്ച രഹസ്യങ്ങൾ നീ സർവശക്തനായ ദൈവത്തിന് കേട്ടത്, നീ ജനത്തെ പഠിപ്പിക്കുക, അവരെ ഉത്ബോധിപ്പിക്കുക, പ്രബോധിപ്പിക്കുക, പഠിപ്പിക്കുക. അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതിന് പ്രോത്സാഹനമായി ചില വൈദികരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ആ പ്രോത്സാഹനത്തിൻ്റെ പുറത്ത് വളരെ ശക്തമായിട്ട് ക്ലാസ്സിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വരും കാലങ്ങളിൽ വലിയ താമസമില്ലാതെ ഈ ക്ലാസ്സുകൾ നിർത്താനുള്ള സന്ദേശവും എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. അത് ഞാൻ നിർത്താത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞിട്ടും ഞാൻ ലേശം കൂടെ മുന്നോട്ട് പോകണം. കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിർത്താൻ സമയമായി, ശ്രദ്ധിച്ചുകൊള്ളുക എന്നൊരു സൂചനയുണ്ട്. അതിൻ്റെ അർത്ഥം, ഞാൻ പ്രാർത്ഥിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞത് ഇപ്രകാരമാണ്: ക്ലാസ് നിർത്താൻ പാടില്ല, ഞങ്ങൾക്ക് കുറേയേറെ സംശയങ്ങളുണ്ട്, കുറേയേറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, കുറേയേറെ കാര്യങ്ങൾ ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്ലാസ്സുകൾ നിർത്തരുത് എന്ന് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോഴും വാട്സപ്പിൽ കൂടെ അവർ ക്ലാസ് നിർത്തരുത് പറഞ്ഞുകൊണ്ടാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരനെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ്സുകൾ, നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ വരവിനെ വ്യക്തമായി പഠിപ്പിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ക്ലാസ്സാണ് എളിയദാസൻ്റെ ക്ലാസ്. ഇന്ന് കേരള സഭയിലോ ഭാരതസഭയിലോ ആഗോള സഭയിലോ ഞാൻ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിലും എടുക്കാനോ കേൾക്കുവാനോ നിങ്ങൾക്ക് മറ്റൊരിടത്തും കിട്ടാൻ സാധ്യമല്ല. കാരണം യേശുക്രിസ്തു എന്ന് വരും, എന്ന് ലോകം അവസാനിക്കുന്ന വ്യക്തമായി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്ന ഒരേ ഒരു ക്ലാസ് എൻ്റേത് മാത്രമാണ്. എൻ്റേത് പറഞ്ഞാൽ എൻ്റെ ഈശോയുടേതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വലിയ താമസമില്ലാത്ത രീതിയിൽ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വിഷയം ഇതാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ക്ലാസ് നിന്നാലും ഇല്ലെങ്കിലും യേശുക്രിസ്തുവിൻ്റെ വരവ് അത്യാസന്നമാണ്. അത് അത്യാസന്നമായിരിക്കുന്നു. അത് അതിവേഗം വരുന്നു. സഫാനയുടെ പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ ദിനം ആസന്നമായിരിക്കുന്നു, അത് അത്യാസന്നമായിരിക്കുന്നു, അത് അതിവേഗം വരുന്നു. കർത്താവിൻ്റെ ദിനം അതിവേഗം വരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയിട്ട് 6000 വർഷം ലോകം ഒരുങ്ങുകയായിരുന്നു. യേശുക്രിസ്തു ജനിക്കാനൊരു കാലം, യേശുക്രിസ്തു മരിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്ത് കടന്നു പോകാനൊരു കാലം, മരണത്തെ കർത്താവ് നശിപ്പിച്ച് നിത്യജീവനെ തരുമെന്ന് പറയുകയും കാണിച്ചു തരികയും ചെയ്ത ഒരു കാലം. അതിനുശേഷം കുറേയേറെ കാലഘട്ടങ്ങളിൽ സർവശക്തനായ ഈശോനാഥൻ മനുഷ്യൻ്റെ രൂപമെന്ന് എടുത്ത് താൽക്കാലികമായിട്ട് മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാൻ മനുഷ്യന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അത് ബാക്കി കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുകയും ചെയ്ത ശേഷം നിങ്ങളെ വീണ്ടും ഞാൻ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോയതിന് ശേഷമുള്ളൊരു കാലം. ആ പോയതിന് ശേഷം വീണ്ടും വരും എന്ന് പറഞ്ഞു പോയ ആ കാലഘട്ടത്തിൻ്റെ വക്കിലാണ്, പശ്ചാത്തലമാണ്. അപ്പോഴത്തേക്കും കാലഘട്ടം 6000 വർഷക്കാലം കടന്നുപോയി. ഇനി നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ളത് 7ാം യുഗം ആണ്. 6 യുഗം പൂർത്തിയായിക്കൊണ്ട് 7ാം യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ കാലഘട്ടം എത്തിയപ്പോൾ കർത്താവ് അതിനെപ്പറ്റി ഇപ്രകാരം വീണ്ടും പരിശുദ്ധാത്മാവ്, പിതാവാദിയം പറഞ്ഞു കഴിഞ്ഞു, പുത്രനായ ഈശോ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ്: മറ്റുള്ളവരുടെ ഹൃദയം കഠിനമായിപ്പോയി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന് 7-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്: മറ്റുള്ളവരുടെ ഹൃദയം കഠിനമായിപ്പോയി, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ഇവിടെ മുതൽ നമ്മൾ ശ്രദ്ധിക്കണം. എഴുതപ്പെട്ട ലിഖിത രൂപമായ ദൈവാത്മാവ് സംസാരിച്ച, ദൈവാത്മാവിൻ്റെ സ്വരം ശ്രവിച്ച വിശുദ്ധ ഗ്രന്ഥത്തിലെ വിശുദ്ധ പൗലോസ്ലീഹയും യേശുക്രിസ്തുവിനെ കണ്ണുകൊണ്ട് കാണുകയും നേരിട്ട് കാണുകയും കൂടെ നടക്കുകയും ചെയ്തതിന് ശേഷം
യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത്, ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആത്മാവിൻ്റെ നിഗൂഢരഹസ്യങ്ങൾ സംസാരിച്ചത് കേട്ട് കഴിഞ്ഞതിന് ശേഷം എഴുതപ്പെട്ട ആ ലിഖിത രൂപം 2000 വർഷങ്ങൾക്ക് ശേഷം നാം നമ്മുടെ ഭവനത്തിലിരുന്ന് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ വചനം നിങ്ങൾ ശ്രമിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയാണ്, എന്താ പറയുന്നത്, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ദൈവം അവർക്ക് നിദ്രാലസമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളുമാണ് ഇന്നേ വരെ നൽകിയത്. അപ്പോൾ കർത്താവ് തന്നെ നൽകിയെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം ഇത് പരിശുദ്ധാത്മാവ് എഴുതിയ വചനമാണ്. ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ അപ്പസ്തോലന്മാരിൽ കൂടെ അല്ലെങ്കിൽ സുവിശേഷയിൽ കൂടെ എഴുതുന്നതിന് മുമ്പ് യേശു എന്ന ഏക സത്യദീപമായ മനുഷ്യരൂപമുള്ള യേശു ക്രിസ്തു ഭൂമിയിൽ ജന്മം കൊള്ളുകയും ജനിച്ചു വളർന്ന മനുഷ്യൻ രൂപത്തിൽ നമ്മുടെ കാണപ്പെടുകയും ഇതെല്ലാം പഠിപ്പിക്കുകയും ചെയ്തിട്ടും, ഇത്രയൊക്കെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടും, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടും, രോഗശാന്തി നൽകിയിട്ടും, പ്രബോധനങ്ങൾ കൊടുത്തിട്ടും, നിത്യജീവൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തിട്ടും, അതെല്ലാം സ്വന്തം ശരീരത്തിൽ മരണത്തെ ഏറ്റെടുത്ത് മരിച്ചുയർത്ത് സ്വർഗത്തിലേക്ക് പോയിട്ട് വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടും ഇതൊന്നും വിശ്വസിക്കാത്ത, അംഗീകരിക്കാത്ത, അതിനെ മാനിക്കാത്ത ആ ലിഖിത രൂപത്തെ പോലും തള്ളിക്കളഞ്ഞ ഒരു പറ്റം ജനമാണ് ഈ 2000 ആണ്ടിന് ശേഷം ഇന്നേ വരെയുള്ള ജനം. അപ്പോൾ അതിനകത്ത് കർത്താവ് പറയുകയാണ്, ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ തന്നെ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ചുരുക്കം ചില ആളുകളെയാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, മൊത്തമായി എല്ലാവരും കൂട്ടിച്ചേർത്ത് പറയുകയാണ്, ദൈവം അവരുടെ നിദ്രാലസമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളുമാണ് കേൾവിയില്ലാത്ത ചെവികളുമാണ് ഇന്നവർ നൽകിയത്. അതുപോലെ തന്നെ ദാവീദ് പറയുന്നു, അവരുടെ വിരുന്ന് അവർക്ക് കെണിയും കുരുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണുകൾ കാഴ്ച നശിച്ച് ഇരുണ്ടുപോട്ടെ. അവരുടെ നട്ടെല്ല് എപ്പോഴും വളഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് ബാക്കി പറയാം. പ്രിയപ്പെട്ടവരെ, ഇത് ഏത് കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ വായിക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കാലഘട്ടത്തെക്കുറിച്ചല്ല. ആ കാലഘട്ടത്തിലും നട്ടെല്ല് വളഞ്ഞവരുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ നട്ടെല്ല് വളഞ്ഞവർ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അർത്ഥമാക്കുന്നത് എന്താണ്? അത് ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത്, നട്ടെല്ല് വളഞ്ഞിരിക്കുന്നത് ദൈവം അർത്ഥമാക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളിങ്ങനെ ഒച്ചാനിച്ച് നിൽക്കാമെന്ന് കേട്ടിട്ടില്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളിങ്ങനെ താണു വണങ്ങി കീഴ്വഴങ്ങി നിൽക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നട്ടെല്ല് വളഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം നാം വിദേശ ജോലികൾ തേടി വിദേശത്ത് പോയി ആ കമ്പനിയുടെ അടിമത്തത്തിലായി 8 വർഷവും 10 വർഷമൊക്കെ ഓരോ കമ്പനികളിൽ നമ്മൾ താണു വണങ്ങി നിൽക്കുന്നത് പോലെ അവർ പറയുന്ന ഡ്യൂട്ടികൾ കൃത്യമായിട്ട് ചെയ്ത് അവരുടെ പണത്തിന് വേണ്ടി ഒച്ചാനിക്കുന്ന മാസാമാസം കിട്ടുന്ന ശമ്പളം നമ്മുടെ വീട്ടിലേക്ക് അയക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ തീ പുകയുന്നത്, അടുപ്പ് കത്തുന്നത്, അരി വേകുന്നത്. അല്ലെങ്കിൽ വിദേശത്തു നിന്ന് വരുന്ന പണം കൊണ്ട് മാത്രം ഇന്നും കേരളത്തിലും ഇന്ത്യയിലും ചെലവ് കഴിയുന്ന, കുടുംബം കഴിയുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീടുകളും ഭവനങ്ങളുമുണ്ട്. വിദേശത്തു നിന്നുള്ള പണം വന്നില്ലെങ്കിൽ നമ്മുടെ വീട് പട്ടിണിയാകുന്ന ഭവനങ്ങൾ ലക്ഷങ്ങളാണ്. അപ്പോൾ കർത്താവ് പറയാണ്, അവിടെ നിന്ന് വരുന്ന പണത്തിനു മുമ്പിൽ നമ്മുടെ മക്കൾ പോയി ഇങ്ങനെ ഒച്ചാനിച്ചു നിന്ന് വിജാതീയരുടെയോ മറ്റുള്ളവരുടെയോ, ഉദാഹരണം പറഞ്ഞാൽ അമേരിക്ക, നമ്മൾ വിചാരിക്കും അമേരിക്കയിൽ ജോലി കിട്ടിയാൽ ഞാൻ വലിയ ആളായി, ജർമ്മൻ ഭാഷ പഠിച്ച് അവിടെ എത്തിയാൽ ഞാൻ വലിയ സംഭവമായി, കാനഡയിലും യൂറോപ്പിലും അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ലണ്ടനിലൊക്കെ ജോലി കിട്ടിയാൽ നമ്മൾ വലിയ മഹത്വമുള്ള മനുഷ്യരായി, എനിക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയാം, അത് 5 ലക്ഷം 10 ലക്ഷം ഇവിടെ ഞാൻ കൊണ്ടുവന്ന് വീട് കെട്ടുന്നു, അങ്ങനെയൊക്കെ കെട്ടി കാറ് മേടിക്കുന്നു, ഒക്കെ മേടിച്ച് കിട്ടുമ്പോൾ ഞാൻ അഭിമാനത്തോടെ നിൽക്കുന്നു എന്നുള്ള ചിന്തയാണുള്ളെങ്കിൽ കർത്താവ് പറയാണ്, നിൻ്റെ നട്ടെല്ല് വളഞ്ഞിരിക്കുകയാണ്. നിൻ്റെ നട്ടെല്ല് എപ്പോഴും വളഞ്ഞിരിക്കുകയാണ്. കാരണം നീ മറ്റുള്ളവരുടെ പണം, മറ്റുള്ളവരുടെ കമ്പനിയുടെ ലാഭം, അവരുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതമാണ് അവർ കമ്പനി സ്ഥാപിച്ചിരിക്കുന്നത്. കോടാനുകോടി സ്വത്തിൻ്റെ ആധിപത്യം ഉള്ളപ്പോൾ, ഇപ്പോൾ നമുക്കറിയാം എലോൺ മസ്ക്, അതുപോലെ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആളുകൾ, ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പം AI റോബോട്ടിൽ നിർമ്മിക്കുന്ന ആളുകൾ, അപ്പോൾ കോടാനുകോടി രൂപ ആസ്തിയുള്ളവരാണ്.
അവരുടെ പണം വെറുതെ കിടക്കുന്നത് ഒരു 2 കമ്പനി ഇട്ട് 10 പേർക്ക് ജോലി കൊടുക്കുന്നല്ല 10,000 പേർക്ക് ജോലി കൊടുക്കുന്നുള്ളല്ലാണ്ട് അവർക്ക് ഇതിനകത്തൊന്നും ഒരു താല്പര്യമില്ല. എന്നാൽ ഉള്ളതിനെ വർദ്ധിപ്പിക്കുന്നു മാത്രം. അവിടെ നമ്മൾ ചെന്ന് എന്ത് ചെയ്യുന്നു? ഓച്ഛാനം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ വാർത്തകൾ കേൾക്കുമ്പോൾ ലണ്ടനിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന കഥനകഥകൾ, അവിടെ വീട് ലഭിക്കാത്ത കഥനകഥകൾ, അവിടെ ജോലി കിട്ടിയിട്ട് ശമ്പളം കിട്ടാത്ത കഥനകഥകൾ, അവരുടെ കുടുംബ ബന്ധങ്ങൾ തകർന്ന കഥകൾ, എന്നും വേണ്ട വിദേശത്ത് പോയി ജോലിക്കാരുടെ അവരെ കണ്ട് നേരിട്ട് നമ്മൾ സംസാരിച്ചാൽ മനസ്സിലാവും പ്രിയപ്പെട്ടവർ. അവരെ എത്രയോ വേദന നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയാണ് അവർ കുറച്ച് പണം വിട്ടയക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ലോകത്തിലെ ഒരു രാഷ്ട്രത്തിൽ നിന്ന് ഒരു സഹോദരൻ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന് ജോലി മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അവിടുന്ന് അത് ജോലി ഇട്ടിട്ട് പോരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എനിക്ക് വീട്ടിൽ വലിയ സമ്പാദ്യമൊന്നുമില്ല. കളഭാഗത്തേക്ക് വീട് വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ പൈസ എനിക്ക് സമ്പാദ്യമുള്ളൂ. അല്ലെങ്കിൽ നാട്ടിൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയൊരു എസ്റ്റേറ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വലിയ വീട് വെക്കാനോ ഒന്നും പണമില്ല. പക്ഷേ ഇവിടുത്തെ ജോലിയുടെ ഭാരവും ജോലിയിൽ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളും ജോലിയിലെ മേലാളന്മാരുടെ പീഡനങ്ങളും അതിൻ്റെ പുറത്ത് അനുഭവിക്കുന്ന മാനസിക വ്യഥകളും ഇതെല്ലാം സഹിച്ചു മടുത്തു ബ്രദറെ, ഇനി ഒരു ജീവിതം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വേദനയോടെ. അതുപോരാത്തതിന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ 2 രാജ്യങ്ങളിലോ 2 സംസ്ഥാനങ്ങളിലോ ആകുന്നതിൻ്റെ പുറത്ത് ജീവിതമോ ഇല്ല, ജീവനുമില്ല, ജീവിതവുമില്ലാത്ത ഒരു യന്ത്രം കണക്കെ പാപ കണക്കെ ജീവിച്ചിരുന്നിട്ട് ഈ കേരളത്തിലേക്ക് കുറച്ച് നക്കാപ്പിച്ച പോലെ കുറച്ച് പൈസ അയച്ച് അതിൽ നിന്ന് ഇവിടെയുള്ളവർ അഹങ്കരിച്ച് നിൽക്കുമ്പോൾ കർത്താവ് പറയാണ്, എന്താ വന്നിരിക്കുന്നത്? വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, അവരുടെ കണ്ണുകൾ കാഴ്ച നശിച്ച് ഇരുണ്ടു പോകട്ടെ, അവരുടെ നട്ടെല്ല് എപ്പോഴും വളഞ്ഞിരിക്കട്ടെ. സ്വന്തമായി നമുക്ക് 1 ഏക്കറോ 2 ഏക്കറോ 1 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ 2 ഏക്കർ 3 ഏക്കർ സ്ഥലം കേരളത്തിലുണ്ടെങ്കിൽ ഈ വിദേശ ജോലിയും വിമാനം വന്നുകൊണ്ടാണ് വിദേശ ജോലി കിട്ടിപ്പോയത്. വിദേശ ജോലി ഇല്ലായിരുന്ന കാലഘട്ടത്തിന് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ മാതാപിതാക്കന്മാർ കോട്ടയം ജില്ലയിൽ നിന്നും പാലായിൽ നിന്നൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്ഥലം തേടി വരികയും കുടിയേറ്റം നടത്തിയെന്ന് പറഞ്ഞു. കുടിയേറി പാർത്ത് അവർ കാട് വെട്ടിത്തെളിച്ച് കപ്പയിട്ട് കൃഷി ചെയ്ത് അധ്വാനിച്ച് അവരുണ്ടാക്കിയ പച്ചക്കറിയും അവരുണ്ടാക്കിയ കപ്പയും മാങ്ങയും ചേമ്പും ചേനയും കാച്ചിലും തിന്ന് നമ്മുടെ തലമുറ നിലനിന്നപ്പോൾ അവർ നട്ടെല്ലും നിവൃത്തിയാണ് നിന്ന് അതിന് പിന്നെ അവരെന്താ ആശ്രയിച്ചെന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കാൻ വേണ്ടി ദേവാലയങ്ങളിൽ പോവുകയും കുമ്പസാരിച്ച് പരിശുദ്ധ സ്വീകരിക്കുകയും യേശുവിൻ്റെ എല്ലാ തിരുനാളുകളും ഭക്തിപൂർവ്വം ആചരിക്കുകയും പ്രാർത്ഥിക്കുകയും അത് ചെയ്തപ്പോൾ അവരുടെ നാട്ടിൽ നിവർന്നു നിന്നു. കാരണം അവരധ്വാനിച്ചത് സ്വന്തം കൈകൊണ്ടാണ്. അതിനുശേഷം 8ഉം 10ഉം മക്കൾക്ക് ജന്മം കൊടുത്ത് കുടുംബത്തെ ഈ സഭയെ എത്രമാത്രം തീറ്റിപ്പോറ്റി വളർത്തിയത് ഈ പാവപ്പെട്ട അധ്വാനിച്ച മാതാപിതാക്കന്മാരാണ്. ആ മാതാപിതാക്കന്മാരുടെ രക്തത്തിൻ്റെ വിലയാണ് ഇന്നത്തെ കത്തോലിക്ക സഭ. ആ കത്തോലിക്ക സഭയ്ക്ക് ഇത്രമാത്രം അംഗങ്ങളെ നൽകിയത് ഈ മാതാപിതാക്കന്മാർ 8ഉം 10ഉം മക്കൾക്ക് ജന്മം കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ കർത്താവ് പറയാണ്, യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, യേശു ക്രിസ്തുവിൽ വിശുദ്ധ ജീവിതം നയിച്ച്, കുടുംബജീവിതം നയിച്ച്, ഭാര്യ ഭർത്താക്കന്മാർ വിശുദ്ധിയോടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് ഈ ജീവിതം നയിച്ചപ്പോൾ അതായിരുന്നു നട്ടെല്ല് നിവർത്തിയ ജീവിതം. എന്നാൽ ഇന്നോ ജീവനമില്ല, ജീവിതവുമില്ല, ആത്മീയതയില്ല, വിശുദ്ധിയില്ല, സത്യസന്ധതയില്ല, നീതിബോധമില്ല, അഭിവൃദ്ധിയില്ല, പുരോഗതിയില്ല, സമാധാനമില്ല. എന്താണ് അവർക്കുള്ളത്? ഒന്നുമില്ല. നിത്യശൂന്യതയിലേക്ക് അവരുടെ നട്ടെല്ല് എപ്പോഴും വളഞ്ഞിരിക്കട്ടെ എന്ന് കർത്താവ് പറയുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിൽ അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനത്തിൽ കർത്താവ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് മുകളിൽ ഞാൻ വായിച്ചത് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് പറയാണ്, എന്താ പറയുന്നത്? അവരുടെ കണ്ണുകൾ കാഴ്ച നശിച്ച് ഇരുണ്ടു പോകട്ടെ. ആരുടെ കണ്ണുകൾ ആ കാഴ്ച നശിച്ചിരുണ്ടു പോകേണ്ടത്? അവരുടെ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? പൗലോസ് യേശു ക്രിസ്തുവിനെ കണ്ണുകൊണ്ട് കണ്ടവർ, ആ കണ്ണുകൊണ്ട് കണ്ട യേശു ക്രിസ്തുവിൻ്റെ അധരത്തിൽ നിന്നും വചനം ശ്രവിച്ചവർ, ആ വചനം ശ്രവിച്ച അന്നത്തെ ഇസ്രായേൽക്കാരും അന്നത്തെ ക്രിസ്ത്യാനികളായിട്ടുള്ളവരും പൗലോസ്ലീഹ എഴുതിയ ലേഖനങ്ങൾ വായിച്ചവരും അവർ അന്നോളം ഇന്നോളം എഴുതപ്പെട്ട ലിഖിത രൂപങ്ങൾ പരിശുദ്ധാത്മാവ് എഴുതിയ വചനങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടും അതനുസരിച്ച് ഗ്രഹിക്കാനോ അതിന് ഉൾക്കൊണ്ട് ജീവിക്കാനോ അതിൽ നിന്ന് വിശുദ്ധി പ്രാപിച്ച് നിത്യരക്ഷയിൽ പ്രവേശിക്കാനോ സാധിച്ചില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, അവരുടെ കണ്ണുകൾ കാഴ്ച നശിച്ച് ഇരുണ്ടു പോകട്ടെ. ആ കണ്ണുകളാണ് ആരുടെ കണ്ണുകൾ? ഇന്ന് നമ്മുടെ ക്രിസ്ത്യാനികളുടെ കണ്ണുകൾ. നമ്മൾ വിജാതിരെ നോക്കണ്ട, ഹൈന്ദവ സമുദായത്തിലും മുസ്ലിം സമുദായത്തെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ മതമില്ലാത്തവരും അല്ലെങ്കിൽ
മറ്റേ അക്രൈസ്തവർ നമ്മൾ നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മെ സംബന്ധിച്ചാണ് കർത്താവ് ഇത് പറയുന്നത്. അവരുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ സഭയുടെ കണ്ണുകൾ, ക്രിസ്ത്യാനിയുടെ കണ്ണുകൾ കാഴ്ച നശിച്ച് ഇരുണ്ടു പോകട്ടെ, അവരുടെ നട്ടിൽ എപ്പോഴും വളഞ്ഞിരിക്കട്ടെ. കർത്താവ് പറയണം. അഭിമാന ബോധമെന്ന് പറയുന്നത്, ആണത്തമല്ല, പൗരുഷമല്ല, കുടുംബജീവിതത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മണ്ണിൽ പണിയെടുത്ത് അധ്വാനിച്ച് 2-3 പശുക്കളെ വളർത്തി 8-10 ആടുകളെ വളർത്തി. പഴയകാലത്ത് പന്നി കൃഷിയും കോഴിക്കൃഷിയും ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിന് വേണ്ടുന്ന പാലും മുട്ടയും ഇറച്ചിയും എല്ലാം, പച്ചക്കറികളും കപ്പകളും എല്ലാം, ചക്കക്കുരും മാങ്ങയും തേങ്ങയും എല്ലാം ഒരു ഭവനത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നപ്പോൾ സമ്പൽ സമൃദ്ധി ഉണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു, കുടുംബജീവിതം ഉണ്ടായിരുന്നു, വിശ്വാസമുണ്ട്, വിശുദ്ധി ഉണ്ടായിരുന്നു. അവർ നടന്ന് ദേവാലയത്തിൽ പോയി കർത്താവിനെ മഹത്വപ്പെടുത്തിയപ്പോൾ അവരുടെ നട്ടിൽ നിവർന്നിരുന്നു. എന്നാൽ ഇന്നോ കർത്താവ് പറയാണ്, ഇന്ന് ഈ പശ്ചാത്തലം വരുമ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോലിയിലെ സമ്മർദ്ദത്തെക്കുറിച്ചും, ജോലി ഉണ്ടായിട്ടും 10 പൈസ സമ്പാദിക്കാൻ പറ്റാത്തതുകൊണ്ടും, വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന പൈസ അവർ ദുർവ്യയം ചെയ്തുകൊണ്ടും, അവർ ദൂർത്തടിച്ചതുകൊണ്ടും, കരഞ്ഞുകൊണ്ട് പണം വീട്ടിലേക്ക് അയക്കുന്ന സഹോദരിമാരെയും എനിക്കറിയാൻ പറയും. സഹോദരങ്ങളെ, കരഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് പണം അയക്കുകയാണ്. ആ പണം വീട്ടിലുള്ളവർ ദൂർത്തടിക്കുന്നു. ആ പണം കൊണ്ട് ഒരു 2 ഏക്കർ സ്ഥലം മേടിക്കാൻ പോലും പറ്റിയിട്ടില്ല. വിദേശത്ത് പോയിട്ടും UK പോയിട്ടും അമേരിക്ക പോയിട്ടും 5 വർഷം 7 വർഷമായ ആളുകൾ വിളിച്ചിട്ട് പറയാണ്, ഇതുവരെ കടബാധ്യത വീട്ടിൽ തീർന്നിട്ടില്ല, കുടുംബത്തിന് സ്വസ്ഥത നേടിയിട്ടില്ല. അപ്പോൾ വീണ്ടും അവരുടെ നട്ടെല്ല് വളഞ്ഞിരിക്കുന്നു. പിന്നെ എന്തിനു വേണ്ടിയാണ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ വിദേശ ജോലിക്ക് പോകുന്നത് ഞാൻ ചോദിക്കുകയാണ്. കുറച്ച് പേര് 2 നില വാർക്ക് വീടോ 4 നില വാർക്ക് വീടോ ഉണ്ടാക്കി വിചാരിച്ചിട്ട് അതൊരു അഭിമാന നേട്ടമാണെന്ന് പറയാൻ സാധിക്കില്ല. അത് നട്ടെല്ല് വളഞ്ഞതിൻ്റെ ലക്ഷണമാണ്. ആ നട്ടിൽ വളഞ്ഞതിൻ്റെ ലക്ഷണമാണ് നമ്മുടെ കത്തോലിക്ക സഭയും ഈ വിദേശ ജോലിയെ ആശ്രയിച്ചാണ് ഇപ്പം നിലനിൽക്കുന്നത്. എങ്കിലേ അവർക്ക് സഭയ്ക്ക് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ സാധിക്കുള്ളൂ. അതനുസരിച്ച് വേണം അവർക്ക് തടിച്ചു കൊടുത്ത് വളരാൻ. അവരുടെ സഭയുടെ നട്ടിലും വളഞ്ഞുപോയി, ക്രിസ്ത്യാനിയുടെ നട്ടിലും വളഞ്ഞു പോയി. കർത്താവ് പറയാണ്, ഇത് ഞാൻ പറയുന്നതല്ല, കർത്താവ് പറയുന്നതാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണുകൾ കാഴ്ച നശിച്ചിരുണ്ടു പോട്ടെ, അവരുടെ നട്ടിൽ എപ്പോഴും വളഞ്ഞിരിക്കട്ടെ. കാഴ്ച നശിച്ചിരുണ്ടു പോയ കണ്ണുകൾ ഏതാണ്? അതാണ് ഇന്ന് കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യാനികളുടെയും ഇത് കത്തോലിക്ക സഭയിലെ മുഴുവൻ ജീവിതം. കത്തോലിക്ക സഭ പൂർണ്ണമായിട്ടും കാഴ്ച ഇരുണ്ടുപോയ ഒരു സഭാ സംവിധാനമായി പോയി. അതുകൊണ്ട് കർത്താവ് പറയുകയാണിത്, ഞാനല്ലത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനാ പറഞ്ഞതിൽ തെറ്റിദ്ധരിക്കണ്ട. ഇത് പരിശുദ്ധാത്മാവ് എഴുതി വെച്ച വചനങ്ങളാണ്. റോമാക്കാരുടെ ലേഖനം 11-ാം അധ്യായം 10-ാം തിരുവചനം. അവരുടെ കണ്ണുകൾ എന്നാണ് സഭയുടെ കണ്ണുകൾ, ക്രിസ്ത്യാനിയുടെ കണ്ണുകൾ എന്ത് ചെയ്തു? കാഴ്ച ചുരുണ്ടുപോയി, അവരുടെ നട്ടെല്ലാം വളഞ്ഞുപോയി. ഇനി അതിൽ തന്നെ വലിയ വിപത്തുകൾ കർത്താവ് വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ക്ലാസ് നീണ്ടു പോകുന്ന നാളെ പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വളഞ്ഞ നട്ടെല്ല് ഇനി നിവരുമോ? അതാണ് എൻ്റെ ചോദ്യം. ഈ വളഞ്ഞ നട്ടെല്ല് എന്തെങ്കിലും നിവരുമോ? നിവരുകയില്ല എന്നാണ് എൻ്റെ മറുപടി. കാരണം വിദേശത്ത് നിന്ന് പണം വന്നില്ലെങ്കിൽ നമ്മുടെ ഭവനം ശൂന്യമാവും. എന്നാൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വചനം പറഞ്ഞു വന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നട്ടെല്ല് വളയുകയല്ല, ഇനി നമ്മുടെ നട്ടെല്ല് ഒടിഞ്ഞു വീഴാൻ പോവുകയാണ്. ഒരു മനുഷ്യൻ 2ആയിട്ട് മുറിഞ്ഞ് വെട്ടിയിട്ട പോലെ 2 കഷ്ണമായിട്ട് വീഴുന്നത് പോലെ നട്ടെല്ല് ഒടിഞ്ഞു വീഴാൻ പോവുകയാണ്. നമ്മുടെ ലോകം യുഗാന്ത്യത്തിലാണ്. അത് ഞാൻ പലപ്പോഴും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വിദേശത്തു നിന്നുള്ള പണം നിന്നുപോകും, വിമാന സർവീസിന് നിന്നുപോകും, പെട്രോൾ ഡീസൽ ഇല്ലാതെയാകും, ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതെയാകും. ഒന്നാമത്തെ മുദ്ര വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കും. ഒന്നാം മുദ്ര, ഒന്നാമത്തെ കാഹളവും ഒന്നാമത്തെ മുദ്രയും 2027 പൊട്ടുമ്പോൾ ഈ ലോകത്ത് സംഭവിക്കുന്നത് പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമാകുന്നു, ഭക്ഷണം അപ്രത്യക്ഷമാകുന്നു. അതോടെ വളഞ്ഞു നിന്ന നട്ടെല്ല് വീണ്ടും ഒടിഞ്ഞു പോകും. കാരണം അവർക്ക് ഓടിപ്പോയി മണ്ണിപ്പണിയാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ചക്കുക്കുരു പോലും കിട്ടാത്ത അവസ്ഥ വരും. അതുകൊണ്ട് പ്രിയ സഹോദരരെ, നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് ഇതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ വിദേശ ജോലി തേടിപ്പോകരുത്, അതിൻ്റെ പിന്നാലെ പോകരുത്. നിങ്ങളുള്ള സമ്പാദ്യം വെച്ച് നിങ്ങളുടെ മണ്ണിൽ അധ്വാനിക്കുക, ഈ ചെറിയ വരുമാനത്താൽ ജീവിക്കുക, ഈ ആധുനിക ലോകത്തോട് വിട പറയുക. ആധുനിക ലോകത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കരുത്. അത് നമ്മുടെ സമൂലമായ നാശത്തിന് കാരണമാകും. ആ സമ്പൂർണ്ണ നാശമാണ് സഭയിൽ കാണുന്ന നാശം, കുടുംബജീവിതത്തിൽ കാണുന്ന നാശം, വ്യക്തി ജീവിതത്തിലെ നാശം, സമൂഹത്തിലെ അസ്വാസ്ഥ്യങ്ങൾ, രാജ്യത്തിലെ ചിത്രശക്തികളുടെ പ്രവൃത്തികൾ, രാജ്യദ്രോഹ പ്രവൃത്തികൾ, ഇതിൽ കുടുംബദ്രോഹ പ്രവൃത്തികൾ, അമിതമായ മദ്യപാനം, അമിതമായ മയക്കുമരുന്ന്, അമിതമായ സെക്സിൻ്റെ ആസ്വാദനം, അതോടെ കുടുംബജീവിതത്തിൻ്റെ നാശം, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതതിൻ്റെ പരിപൂർണതയിലെത്തി. എൻ്റെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, മനുഷ്യൻ വലിയൊരു കക്കൂസ് ടാങ്കിൽ വീണിട്ട്
അതിൻ്റെ കക്കുസ്റ്റാങ്കിൻ്റെ സ്ലാബ് അങ്ങോട്ട് മാറ്റി അതിനകത്തേക്ക് ഒരാൾ വീണ് പോയാൽ ആ കക്കുസ്റ്റാങ്കിൽ ഒരാൾ പൂർണ്ണമായിട്ട് മുങ്ങിപ്പോയാൽ ആ മനുഷ്യൻ്റെ മേത്തെ മാലിന്യം എന്നതുപോലെ അതുപോലെ സമ്പൂർണ്ണ മാലിന്യം നിറഞ്ഞ ഒരു വ്യക്തി ജീവിതവും കുടുംബജീവിതവും സഭാജീവിതവും ഇന്ന് ലോകത്ത് നിലനിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിന് എന്താ പറയേണ്ടത്? അവരുടെ കണ്ണ് കാഴ്ച ഉള്ളതാണെന്നാണോ പറയേണ്ടത്? അവരുടെ നട്ടിൽ നിവർന്നതാണെന്നാണോ പറയേണ്ടത്? അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, കാഴ്ചയില്ലാത്ത കണ്ണുകൾ സർവശക്തനായ ദൈവത്തെ കാണുന്നില്ല, വിശുദ്ധിയെ കാണുന്നില്ല, പരിശുദ്ധിക്ക് മൂല്യമില്ല, ജ്ഞാനത്തിനും വിവേകത്തിനും മൂല്യമില്ല, അതിന് കാഴ്ച നൽകുന്നില്ല. രാത്രി സമയമായി കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോണിലെ ഇത് ഉപയോഗിച്ചിട്ട് കാണുന്ന മ്ലേച്ഛതയും കേൾക്കുന്ന മ്ലേച്ഛതയും ചെറുതാണോ? സമ്പൂർണ്ണ നാശമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ സഭയുടെ സമ്പൂർണ്ണ നാശം വരാൻ പോവുകയാണ്. കുടുംബജീവിതത്തിൻ്റെ സമ്പൂർണ്ണ നാശം വരാൻ പോവുകയാണ്. അത് വന്നു കഴിഞ്ഞു. അതിൻ്റെ 80% ഇനി 20% പൂർത്തിയായാൽ ഭൂമിയിൽ ഒരു വലിയ സോദോം ഗോമോറ രൂപപ്പെടുകയും കർത്താവ് അതിലേക്ക് തൻ്റെ ഏറ്റവും ഭീമാകാരമായ ആണവ ബോംബുകൾ നിക്ഷേപിക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവ് പറയണം, ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ദാവീദും പറഞ്ഞു വെച്ചു, അവരുടെ വിരുന്ന് അവർക്ക് കെണിയും കുരുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവർ, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി വിശദമായ വിവരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ പറയുകയാണ്, നമ്മുടെ വിരുന്നും നമ്മുടെ ആസ്വാദനങ്ങളും നമുക്ക് പ്രതികാരത്തിന് ദിനങ്ങളായിട്ട് മാറും. അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും മാലിന്യത്തിൻ്റെയും പുറകെ പോകുന്ന അമിതമായ മദ്യാസക്തിയുടെ പുറകെ, അതിൻ്റെ പുറകെ പോയിട്ടുള്ള കുടുംബജീവിതത്തിൻ്റെ തകർച്ചയുടെ പുറകെ അതൊക്കെ പോയിട്ട് അത് പ്രതികാരത്തിന് ദിനമായിട്ട് മാറും. കർത്താവിൻ്റെ പ്രതികാരമാണ് വരാൻ പോകുന്നത്. അത് തൊട്ടു മുമ്പിലാണെന്ന് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും നമുക്ക് വെളിവുണ്ടാകണമെന്ന് താഴ്മയോടെ നിങ്ങൾ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മുടെ നട്ടലിൽ നിവർത്താൻ, നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കാൻ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എളിയദാസിൻ്റെ ധ്യാന ക്ലാസ്സിലേക്ക് വരിക. മറ്റൊരിടത്തും നിങ്ങൾക്ക് ഇത്രമാത്രം ആത്മജ്ഞാനം ലഭിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഇതിങ്ങനെ തന്നെ വ്യക്തമായി പഠിപ്പിച്ചാലേ നമ്മുടെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഇത്രയും കയറിയില്ലെങ്കിൽ അപ്പോൾ ചില ചിന്തിക്കും, എനിക്ക് നിങ്ങളുടെ ക്ലാസ്സും വേണ്ട, എനിക്ക് നിങ്ങളുടെ ജ്ഞാനവും വേണ്ട, എനിക്ക് നിങ്ങൾ പറഞ്ഞ സംഭവം വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചാലോ, അത് തീരുമാനിച്ചു വെച്ചോ, അതിൻ്റെ അനന്തരഫലം തൊട്ടുപുറകെയുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും. അതിനെ പ്രസംഗങ്ങളെ നമ്മുടെ നട്ടെല്ലാം നിവർത്തി നിർത്താൻ, നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയുള്ളതാകാൻ. കാണാനാണ് കാഴ്ച ഉണ്ടാകുന്നത്? എന്ത് കാണാൻ വേണ്ടിയിട്ടാണ് കാഴ്ച ഉണ്ടാകുന്നത്? ഇവിടെ കാഴ്ച നശിച്ചു പോയി, കണ്ണ് കാഴ്ച നശിച്ച് ഇരുണ്ടു പോയി എന്ന് പറയുമ്പോൾ കർത്താവ് പറയാണ്, നിൻ്റെ കണ്ണ് എന്തിനെയാണ് കാണേണ്ടത്? യേശുക്രിസ്തുവിനെയാണ് കാണേണ്ടത്. യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് കാണേണ്ടത്? തിരുവചനത്തിലൂടെ കാണുക. തിരുവചനത്തിലൂടെ കർത്താവിനെ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ജ്ഞാനവും അതീന്ദ്രിയ ജ്ഞാനവും സ്വർഗ്ഗജ്ഞാനവും നമുക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവ്, നിങ്ങളുടെ കണ്ണുകൾ അന്ധമായി പോയിട്ടാണുള്ളത്. ഇപ്പോൾ അത് നിങ്ങൾ തുറന്ന് കാണുവാൻ സർവശക്തനായ യേശുക്രിസ്തു തിരുവചനത്തെ അതിൻ്റേതായ തലങ്ങളിൽ പഠിച്ചാലേ ശരിയാവുള്ളൂ. പഠിക്കണം, പഠിച്ച് രക്ഷപ്പെടുക തന്നെ ചെയ്യണം. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്പെടാനിരിക്കുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ എളിദാസനും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ നട്ടെല്ല് ഇപ്പോഴും വളഞ്ഞാണിരിക്കുന്നെങ്കിൽ അതിനെങ്കിലും നിവർത്തേണ്ട സമയം നിവൃത്തിയില്ലെങ്കിൽ ഒടിഞ്ഞു പോകും. അത് നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുലിഖിതങ്ങളെ നാം വളരെ വ്യക്തമായും ശ്രദ്ധയോടെയും അതിൻ്റെ കാലഘട്ടം അനുസരിച്ച് പഠിച്ചേ പറ്റൂ. കാരണം ഇന്ന് കാണുന്ന സംവിധാനങ്ങൾ എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. അതിൻ്റെ പശ്ചാത്തലങ്ങൾ ഒരുങ്ങി വന്നു കഴിഞ്ഞു. ഹോർമോസ് കടലിലൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, പെട്രോൾ ഡീസലിനെ സൂചിപ്പിച്ചു വെച്ചു. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ എടുത്ത ക്ലാസ്സും തമ്മിൽ ഒരു പൊരുത്തമില്ലെന്ന്. കാരണം ഞാനത് വ്യംഗ്യാർത്ഥത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയായിരുന്നു. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണോ വെച്ചാൽ, അപ്പോൾ ചിന്തിച്ചവരാണ് പറഞ്ഞത് ക്ലാസ് തമ്മിൽ പൊരുത്തമില്ലെന്ന്. ആ പൊരുത്തമില്ലെന്ന് പറഞ്ഞ കമൻറ്റാണ് ഏറ്റവും നല്ല കമൻറ്റ്. കാരണം അവർ ചിന്തിച്ചു, അവർ പഠിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിൽ നിഗൂഢമായിട്ട് ഈ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും നിഗൂഢമായിട്ട് പഠിക്കുന്നതിനും അതിൻ്റെ ബുദ്ധിപൂർവ്വം നിങ്ങൾ പഠിക്കുന്നതിനും ചിന്തിക്കുന്നതിനും ആത്മാവ് വിശുദ്ധിയെ കണ്ടെത്തുന്നതിനും ജ്ഞാനത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടാണ് അങ്ങനെ വ്യംഗ്യാർത്ഥ രൂപത്തിൽ നിഗൂഢമായിട്ട് ഞാൻ പറഞ്ഞു വെച്ചത്. കാരണം അത് തൊട്ടുമുമ്പിലാണ്. പെട്രോൾ ഡീസൽ ഗ്യാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഗ്യാസ് ഇല്ലാതെ വന്നപ്പോൾ 10 ദിവസം 15 ദിവസം ഗ്യാസ് ഇല്ലാതെ അനുഭവിച്ചത് അതിനേക്കാൾ എത്രയോ ഭയാനകമായിരിക്കും പെട്രോൾ ഡീസൽ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന അവസ്ഥ. അതുകൊണ്ട് കർത്താവ് വ്യക്തമായിട്ട് വേണ്ടത് ഭക്ഷണം നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് ജോയൽ പറഞ്ഞ ദിവസവും കഴിഞ്ഞ ദിവസം പറഞ്ഞു കേൾപ്പിച്ചാണ്. അവിടെ ആവർത്തിച്ച് പറയുന്നില്ല. ഭക്ഷണം നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് വരും. 1-ാം മുദ്ര പൊട്ടുന്നു, 1-ാം കാഹളം മുഴങ്ങുന്നതും 2027 പ്രിയപ്പെട്ടവരെ, അടുത്ത വർഷമാണ്.
അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ സമയമെന്ന് പറയുന്നതില്ല, നമ്മുടെ മുമ്പിൽ ഒരു സാഹചര്യമില്ല, നമ്മുടെ മുമ്പിൽ പശ്ചാത്തലങ്ങളില്ല, നമ്മുടെ മുമ്പിൽ ഇനി നമുക്ക് ഒന്നൊരുങ്ങുവാനുള്ള സമയമില്ല, പഠിക്കുവാനുള്ള സമയം വരെയില്ല. എല്ലാം തീർന്ന പശ്ചാത്തലത്തിൽ യുഗം അതിൻ്റെ അന്ത്യ കാലഘട്ടം, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്ന കൊരിന്ത്യസ് കടവചനം നമ്മൾ ഓർമ്മിച്ച് വെക്കണം. വചനം നന്നായിട്ട് വായിച്ച് പഠിക്കണം പ്രിയപ്പെട്ടവരെ, എങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ പ്രവൃത്തി നടക്കുകയുള്ളൂ. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, കാലഘട്ടത്തിനനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തെ പഠിച്ച് മനസ്സിലാക്കി നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചില്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന വേദന അതിഭയാനകമായിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുലിഖിതങ്ങൾ എന്നെ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുവചനങ്ങളിലെ ആഴങ്ങൾ എന്നെ മറ്റൊരു മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിലെ ലിഖിത രൂപങ്ങളിലെ ആത്മാവിൻ്റെ ശക്തിയെ, ആത്മജ്ഞാനത്തെ, ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അഭിഷേക ജ്ഞാനത്തെ കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ എൻ്റെ ഹൃദയം പരിപൂർണ്ണ വിശുദ്ധിക്ക് വിട്ടുകൊടുക്കാറാകട്ടെ. എൻ്റെ ഹൃദയത്തിൽ കടന്നുകൂടിയ എല്ലാ മാലിന്യങ്ങളും, ഈ മൊബൈൽ ഫോണുകളും ടെലിവിഷനും ആധുനിക ലോകത്തെ സുഖലോലുപത കണ്ട് ആഗ്രഹിച്ചു പോയെങ്കിൽ അതിനെയെല്ലാം വലിച്ചെറിയുവാൻ ഉച്ഛിഷ്ടം പോലെ, പോലീസ് പറഞ്ഞാൽ ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിയാൻ, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ അത് എന്നേക്കുമായിട്ട് വെറുത്ത് ഉപേക്ഷിച്ച് ദൂരെ എറിയുവാൻ ശക്തിയും ധൈര്യം നീ ആർജിച്ചിട്ടുണ്ടെങ്കിൽ നീ രക്ഷയുടെ തുടക്കത്തിലാണ്. അത് എന്നേക്കുമായിട്ട് വലിച്ചെറിഞ്ഞെങ്കിൽ നീ രക്ഷയുടെ പൂർണ്ണതയിലാണ്. ഈ ആധുനിക ലോകത്തെ നാം വെറുത്തുപേക്ഷിക്കും, കാരണം അത് ചതിക്കും, അത് വഞ്ചിക്കും. അതിൻ്റെ തനിസ്വരവും വരുന്നേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു വരാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിനായി തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം, തീഷ്ണതയോടെ വചനം ശ്രമിക്കാം. നമുക്കൊരു രൂപാന്തരീകരണത്തിനായിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരുങ്ങാം. അതിനെ നമ്മെ ഒരു സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.